ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തമിഴിലെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ രജനികാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ 2. കേരളത്തിൽ ജയിലർ എന്ന സിനിമ വലിയ വിജയമായിരുന്നല്ലോ നേടിയെടുത്തത്. ലാലേട്ടൻ കാമിയോ റോളിൽ കൂടി എത്തിയ സിനിമ വലിയ തരംഗമായി മാറിയ സിനിമയാണ്. ഇപ്പോഴത്തെ മലയാളത്തിൽ നിന്ന് സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ഒരുപാട് വലിയ സാന്നിധ്യം താരനിര കൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ജയിലർ 2-ൽ ലാലേട്ടനെ കൂടാതെയുള്ള മറ്റ് താരനിരയിലേക്ക് വരികയാണെങ്കിൽ ഫഹദ് ഫാസിൽ വേട്ടയ്യന് ശേഷം വീണ്ടും ഒരു രജനി സിനിമയിൽ ഭാഗമാകുന്നു എന്നാണ് റിപ്പോർട്ട്. സിനിമയിലെ ആദ്യ ഷെഡ്യൂൾ മുതൽ സാന്നിധ്യമുള്ളത് ചെമ്പൻ വിനോദാണ്. അതുകൂടാതെ സുരാജ് വെനാറമോടും സിനിമയിൽ അഭിനയിക്കുന്നു. സുജിത് ശങ്കർ മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു എന്ന വിവരം. ഇതൊന്നും കൂടാതെ കോട്ടയം നസീർ കൂടി സിനിമയിലെ ഏറ്റവും പുതിയ പാലക്കാട് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ കേരളത്തിൽ കൂടുതൽ ഷൂട്ടിംഗ് എല്ലാം തന്നെ നടക്കുന്ന സിനിമയിൽ മലയാളത്തിൽ നിന്നും കൂടുതൽ സാന്നിധ്യം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കാം ജയിലർ 2-ന്റെ കൂടുതൽ വാർത്തകൾക്ക്. ഒരിടവേളയ്ക്ക് ശേഷം തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിവിൻ പോളി. ഏകദേശം 1.5 മാസത്തിനിടയിൽ നിവിൻ ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 സിനിമകളിലാണ്. അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനെത്തുന്ന സിനിമയാണ് ദി ഗോസ്റ്റ് സ്റ്റോറി. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പാക്കപ്പ് ആയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. രണ്ടാം ഘട്ട ഷെഡ്യൂൾ അടുത്ത മാസം മാത്രമേ ആരംഭിക്കുകയുള്ളൂ. ഈ മാസം അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന നിവിൻ പോളി സിനിമയാണ് നേരത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന ഡോൾബി ദിനേശൻ. ചിത്രത്തിന്റെ സംവിധായകൻ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സർക്കിട്ട് സംവിധായകൻ കൂടിയ തമറാണ്. ചിത്രം ഒരു കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ്. കഴിഞ്ഞ വർഷത്തിലെ നല്ല ആസിഫ് അലി സിനിമകളിൽ ഒന്നാണല്ലോ അഡിയോസ് അമിഗോ. ഇപ്പോഴത്തെ സിനിമ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ആദ്യമായിട്ട് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ കഴിഞ്ഞ വർഷം തന്നെ OTT റിലീസായ സിനിമ ഏഷ്യാനെറ്റിലാണ് സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ഉടനെ ടെലിവിഷൻ പ്രീമിയർ ഉണ്ടാകും. അങ്ങനെ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നാം കാത്തിരിക്കുന്ന അമൽ നീരദിന്റെ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ പ്രഖ്യാപനം വരാനായിട്ട് ഒരുങ്ങുകയാണ്. വളരെ അടുത്ത് തന്നെ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വരുന്ന റൂമേഴ്സ് ശരിയാണെങ്കിൽ ഒരു വലിയ ലോഞ്ച് പരിപാടിയെല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് ഈ വർഷം അവസാനത്തിന് മുന്നേ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമയുടെ പ്രഖ്യാപനം ലാലേട്ടന്റെ ജന്മദിനത്തിൽ ഈ മാസമാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം അമൽ നീരദിന്റെ ലാലേട്ടൻ സിനിമയ്ക്കായിട്ട്.